പ്രൈസ് ദ ലോർഡ്. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് രമ്യ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറാണ്. എൻ്റെ 7ാമത്തെ സാക്ഷ്യമാണിത്. അമ്മ മാതാവും തിരുകുമാരനും എൻ്റെ ജീവിതത്തിൽ വളരെ അധികം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ 10ാമത്തെ ഉടമ്പടി പുതുക്കിയത് ഓഗസ്റ്റ് മാസത്തിലാണ്. അന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാനൊരു നിയോഗം അതിൽ വെച്ചിരുന്നു. അത് ഈ 90 ദിവസത്തിനുള്ളിൽ ആ നിയോഗം സാധിച്ചതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ അൾത്താരിൽ നിൽക്കുന്നത്. അതിന് അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി സാക്ഷ്യം എന്ന് ആദ്യത്തെ സാക്ഷ്യം, എൻ്റെ ചേച്ചി കോപ്പറേറ്റീവ് ബാങ്കിൽ മാനേജറാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ഗോൾഡ് ലോണിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. അത് കസ്റ്റമർ പൈസ അടയ്ക്കാനും മുതലും പലിശയൊന്നും അടയ്ക്കാൻ തയ്യാറാവാത്തതിൻ്റെ ഫലമായി അതൊരു കേസായി തീരുന്ന അവസ്ഥയായി. അല്ലെങ്കിൽ എൻ്റെ ചേച്ചി മാനേജർ ആയതുകൊണ്ട് ചേച്ചി അത് അടയ്ക്കേണ്ട ഒരു ഏകദേശം 3 lakhs rupees ഒരു എമൗണ്ടാണ് ഉണ്ടായിരുന്നത്, അതും പലിശയും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ചേച്ചി വളരെയധികം മാനസികമായി വളരെയധികം വിഷമിക്കുകയുണ്ടായി. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ചേച്ചിക്ക് ടെൻഷനായി, ഉറക്കം നഷ്ടപ്പെടുക, അങ്ങനെ വളരെ വലിയ ബുദ്ധിമുട്ടുകളോട് ചേച്ചി കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനൊരു പ്രശ്നത്തിലായിട്ടപ്പോൾ ഞാൻ എൻ്റെ നിയോഗത്തിൽ എൻ്റെ 10ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന സാഹചര്യത്തിലായിരുന്നു ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി ഒരു നിയോഗമായി അത് വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. മാത്രമല്ല, എൻ്റെ ചേച്ചിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതിനാൽ ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പത്രനിവേദനമൊക്കെ കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്യുകയും ചെയ്തു. ദശാംശം അനാഥർക്കും പാവപ്പെട്ടവർക്കുമായി ദശാംശം കൊടുക്കുന്നതിന്, അങ്ങനെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ കൂടെ ചേച്ചി ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ ഫലമായി കഴിഞ്ഞ ആഴ്ച ഈ 90 ദിവസം കാലയളവിനുള്ളിൽ തന്നെ അമ്മ മാതാവ് ആ പ്രശ്നം പരിഹരിക്കുകയും ആ കസ്റ്റമറുടെ ബന്ധു വന്ന് പൈസ അടച്ച് ആ പ്രശ്നം, ആ കേസ് പൂർണ്ണമായി തീരുകയും ചേച്ചിക്ക് സമാധാനത്തോടുകൂടി ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് നൽകിയതിന് അമ്മ മാതാവിനോടും തിരുകുമാരനോടും കോടാനുകൂടി നന്ദി പറയുന്നു. അടുത്തതിൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഓണത്തിന് ശേഷം എൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ ജനിതക വൈകല്യമുള്ള 5 വയസ്സുള്ള കുഞ്ഞാണ്. ജനിതക വൈകല്യവും ഹാർട്ടിന് ഡിസീസ് ഉള്ള കുഞ്ഞാണ്. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ കഫക്കെട്ട്, ചുമയും കഫക്കെട്ടെല്ലാം വരാറുണ്ട്, പനിയും വരാറുണ്ട്. നേർച്ച വസ്തുക്കൾ ഉടമ്പടി എടുത്ത 2021 നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്നു മുതൽ നേർച്ച വസ്തുക്കൾ ഒരു ദിവസം പോലും മുടങ്ങാതെ എൻ്റെ മകൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഉടമ്പടി കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായി അവൾക്ക് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി പൊതുവെ കുറവാണ്, പെട്ടെന്ന് ഇൻഫെക്ഷൻ എല്ലാം കിട്ടാറുണ്ട് അംഗനവാടിയിൽ പോകുമ്പോഴും എല്ലാം. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. ഓണത്തിന് ശേഷം അവൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കൂടുകയും ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ അവസ്ഥ വരികയും ചെയ്തു. അത് മാത്രമല്ല, വിത്ത് ഓക്സിജൻ നെബുലൈസേഷനാണ് ഹോസ്പിറ്റലിൽ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള, അവളുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി സമർപ്പിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, ഡെയിലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ മുടങ്ങാതെ കുർബാനകൾ ഹോളി മാസിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഉടമ്പടി എടുത്ത കാലയളവ് മുതൽ ഞാൻ മുടങ്ങാതെ ഹോളി മാസിൽ പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി മകൾ ഹോസ്പിറ്റലായിരുന്ന ദിവസങ്ങളിൽ പോലും ഞാൻ എൻ്റെ അമ്മയെ ഏൽപ്പിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, ഞാൻ ഹിന്ദുവാണ്, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായി എൻ്റെ മകളെ ICUയിൽ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ ഓക്സിജൻ ലെവൽ കുറച്ചുകൊണ്ട് അവൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ മകൾക്ക് വൈകല്യമുള്ളതാണ്, ജനിതക വൈകല്യമുള്ളതാണ്. അപ്പോൾ മകൾക്ക് ഒരു സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പിയൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാൻ പോയിരുന്ന സ്ഥലത്ത് എനിക്ക് കണ്ടിന്യൂസ് കൊണ്ടുപോകുന്ന എല്ലാ സാഹചര്യങ്ങളും പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തും എനിക്ക് നല്ല രീതിയിൽ അവളെ തെറാപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ എനിക്ക് വളരെ ആവശ്യമുള്ളായിരുന്നു. ഞാൻ വളരെയധികം മാതാവ് വഴി തിരുകുമാരനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ അമ്മ വീട്ടിലില്ലാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് മകളെയും കൊണ്ട് കുർബാനയിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അപ്രതീക്ഷിതമായി എൻ്റെ മകളുടെ അതേ ജനിതക വൈകല്യമുള്ള ഒരു കുട്ടിയുടെ അമ്മ വന്ന് ഇവളെ കാണുകയും എനിക്ക്
നന്നായി തെറാപ്പി ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിൽ എനിക്ക് പോയി കൃത്യമായി ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിൽ നല്ലൊരു തെറാപ്പി സെൻറ്റർ കാണിച്ചു തരികയും എനിക്ക് അവിടെ തെറാപ്പി ഇപ്പോൾ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാനും എല്ലാം സാഹചര്യം എല്ലാം ചെയ്ത് തന്നു. ഇത് മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മകൾ ഹോസ്പിറ്റലായിരുന്ന സിറ്റുവേഷൻ തന്നെ എൻ്റെ ബ്രദറിന് പെട്ടെന്ന് ഡെങ്കു ഫീവർ വരികയും പ്ലേറ്റിൽ കൊണ്ട് വല്ലാതെ കുറഞ്ഞ് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥ വരികയും ചെയ്തു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ബ്രദറും ഞാനും എൻ്റെ മകളും ഹോസ്പിറ്റലാണ്, ബ്രദറും സെയിം ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ മാതാവിനോട് ബ്രദറിന് ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളെല്ലാം ബ്രദറിന് കൊടുത്തു. അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ ഞാനും ബ്രദറും സെപ്റ്റംബറിലാണ് ഇത് നടക്കുന്നത്. ഒക്ടോബറിൽ നടക്കുന്ന ജമാൽ റാലിയിൽ പങ്കെടുക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ഫലമായി 4 ദിവസത്തിനുള്ളിൽ അവൻ്റെ പ്ലേറ്റിൽ കൊണ്ട് നന്നായി പെട്ടെന്ന് തന്നെ കൂടുകയും അവൻ്റെ സിംറ്റംസ് എല്ലാം കുറയുകയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് അവന് പൂർണ്ണ സൗഖ്യം ലഭിച്ച് അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി. മാത്രമല്ല ഞങ്ങൾ മാതാവിനോട് പറഞ്ഞ വാഗ്ദാനം പോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി ജമാൽ റാലിയിൽ 2024 ഒക്ടോബർ 24 നടന്ന ജമാൽ റാലിയിൽ ഞാനും എൻ്റെ അനിയനും വന്ന് പങ്കെടുക്കുകയും ചെയ്തു. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഇത് ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്ന എൻ്റെ ബ്രദറും എൻ്റെ മകളെയും ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്ന അതേ സിറ്റുവേഷനിൽ തന്നെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും മകളെയും കൊണ്ട് 8th പഠിക്കുന്ന കുട്ടിയെയും കൊണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് തട്ടുകയും ബൈക്ക് സ്കിഡായി 2 പേരും റോഡിൽ മറിഞ്ഞു വീണ് കുറച്ച് അപകടം സംഭവിച്ചു. പക്ഷേ ഒരു ഫ്രാക്ചറോ വേറെ വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നും കൂടാതെ തന്നെ 2 പേരെയും മാതാവ് കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ആ കുഞ്ഞിനാണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഒരു കാലം നിലത്ത് വെക്കാതെയാണ് കുഞ്ഞ് എക്സാമിന് പോയിരുന്നത്. പക്ഷേ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ബാക്കി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി ഞാനും ആ കുഞ്ഞും കൃത്യമായ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മറ്റെല്ലാ പ്രാർത്ഥനകളും എല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ കുഞ്ഞിന് എല്ലാ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും മാതാവിൻ്റെ വലിയ അത്ഭുതത്തോടുകൂടി ഫസ്റ്റ് റാങ്കോടുകൂടി തന്നെ ആ എക്സാം പാസ്സാവുകയും ചെയ്തു. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഇതുപോലെ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഉടമ്പടി മുറിച്ച നിയോഗങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതം എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഉടമ്പത്തിയിരിക്കുന്ന ഞാനാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക്, എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹം, എല്ലാവർക്കും അതിൻ്റെ ഒരു സംരക്ഷണം കിട്ടുന്നു, ഉടമ്പടിയുടെ സംരക്ഷണം കിട്ടുന്നതെന്ന് നമ്മളുടെ ഉടമ്പടിയിലൂടെ ഇത് ബോധ്യമാക്കുന്നതാണ്. ഇനി ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാ മാസവും ഉടമ്പടി പത്രം വാങ്ങി എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഹോസ്പിറ്റലുകളിലും, പ്രത്യേകിച്ച് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും, അങ്ങനത്തെ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ എൻ്റെ മോൾ അഡ്മിറ്റ് ആയിരുന്ന അവസ്ഥയിലാണ് എനിക്ക് പത്രം കിട്ടിയതും ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിയാൻ സാധിച്ചതുമല്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും അങ്ങനെ മറ്റു ഹോസ്പിറ്റലുകളിലും എല്ലാം പോവുകയും ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും അങ്ങനെയെല്ലാം പോയി പത്രം പ്രവർത്തനം എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞ് അറിയാത്തവരെ മാതാവിനെയും തിരുകുമാരനെ അറിയിക്കുന്നതിനും അറിഞ്ഞവരെ വീണ്ടും മാതാവിൽ എത്തിക്കുന്നതിനും അങ്ങനൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കാരുണ്യപ്രവൃത്തിയിൽ നിന്ന് എൻ്റെ സാലറിയുടെ ദശാംശം ഞാൻ എല്ലാ മാസവും സ്പെഷ്യലി ഡിസബിൾഡ് കുട്ടികളുടെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതുപോലെ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും ആഴ്ചതോറും സന്ദർശിക്കുകയും പിന്നെ അത്താണി പോപ്പോൾ മേഴ്സിംഗ് ഹോം, അതുപോലെ പട്ടിക്കാട് സ്നേഹാലയം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ആഴ്ചതോറും പോയി അവിടെയുള്ള അന്തേവാസികളെ മാനസികമായും ശാരീരികമായും പലതരം വൈകല്യങ്ങളും പലതരം അസുഖങ്ങളും മൂലം വളരെയധികം ബുദ്ധിമുട്ടുന്ന അന്തേവാസികളും രോഗികളുമൊക്കെയാണ് അവരെല്ലാം കണ്ട് അവർക്ക് ആശ്വാസമായി അവിടെ ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകൾ എല്ലാ രീതിയിലും ചെയ്യുകയും അങ്ങനെ എന്നാൽ സാധിക്കുന്ന വിധം എല്ലാ രീതിയിലും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളെല്ലാം കാണുകയും അതെല്ലാം സ്റ്റാറ്റസായി ഇടുകയും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്ത് മാക്സിമം അതുപോലെ എൻ്റെ മാക്സിമം പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുകയും എന്നാൽ എൻ്റെ മുൻപിൽ വരുന്ന പേഷ്യൻസിന് പല ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസിനുണ്ട്. അവരോടെല്ലാം മാതാവിനെ പറ്റി പറഞ്ഞ് മാതാവിൻ്റെ പത്രം കൊടുത്ത് കാശുരൂപവും നേർച്ച വസ്തുക്കളും ഉപ്പ് തേന നേർച്ച വസ്തുക്കളെല്ലാം കൊടുത്തും ഞാൻ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നാൽ സാധിക്കുന്ന വിധം ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നതിനും അതുപോലെ തന്നെ മാതാവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ 7ാമത്തെ തവണ വന്ന് സാക്ഷ്യം പറയാൻ, ഈ അൾത്താരിൽ കയറുന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിനും മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7:25 മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു.
എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഡോക്ടർ രമ്യ തൻ്റെ 7ാമത്തെ അനുഭവ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. താൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മകളാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും താൻ വിശുദ്ധ കുർബാന മുടക്കുന്നില്ല. തനിക്കുള്ള കുട്ടി ജനിതക വൈകല്യമുള്ള കുട്ടിയാണ്. ആ കുഞ്ഞിനെ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു. ഇതൊക്കെ പറയുന്നത് ഏത് മകളാണെന്ന്, അതായത് താൻ ജനിച്ചപ്പോൾ മുതലേ മാമോദീസായിലൂടെ ഈശോയെ അറിഞ്ഞ മകളല്ല. എന്നാൽ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി സ്നാനത്തിൽ കർത്താവിനെ അറിഞ്ഞ ഒരു മകളാണ് ഇവിടെ വന്ന് തൻ്റെ 7ാമത്തെ സാക്ഷ്യം പറയുക. തൻ്റെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമല്ലെങ്കിലും പാറമേൽ സ്ഥാപിതമായ ഭവനം പോലെ ഈ മകള് ഇന്ന് പ്രശോഭിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഈ മകളെ പീഠത്തിൽ എടുത്തുയർത്തിയിരിക്കുന്ന ഒരു വിളക്കായിട്ട് തൻ്റെ പ്രൊഫഷനിലും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിലും എങ്ങനെ മാറ്റുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉടമ്പടി എടുത്തതിന് ശേഷം ജോലിയുണ്ട്, അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുണ്ട് അതുകൊണ്ട് മറ്റ് പലതിനും കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ നാം ആരെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നമുക്കതിനൊക്കെ ഒരു മറുപടിയാകട്ടെ നാം കേൾക്കുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും. ഇന്ന് ഈ മകൾ ഇവിടെ പറയുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിനെയും കൊണ്ടുവന്നൊക്കെ പറയേണ്ടതാണ്. എന്നാൽ ആ കുഞ്ഞിന് അങ്ങനെയുള്ള കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നാം ഈ സാക്ഷ്യം ഇവിടെ അൾത്താരയിൽ പറയിപ്പിക്കുന്നതും. പിന്നീട് ആ കുഞ്ഞിന് കിട്ടിയ രോഗസൗഖ്യങ്ങളും അതുപോലെ തൻ്റെ ചേച്ചിയുടെ കാര്യം. ഒരു ബാങ്കിലെ മാനേജരാണ്. അപ്പോഴങ്ങനെ ജോലി ചെയ്യുമ്പോൾ കസ്റ്റമറിൽ നിന്നുണ്ടായ തനിക്ക് കൂടി നഷ്ടം വരുന്ന രീതിയിൽ മാനേജറിന് സംഭവിച്ച അതായത് ബാങ്കിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, അതൊക്കെ പിന്നീട് എങ്ങനെയാണ് അത് എന്തുമാത്രം കേസ് ആയിട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും ഉടമ്പടിയിലൂടെ എങ്ങനെ അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വീണ്ടും ഒരു അപകടത്തിൽ നിന്ന് ഒരു മകന് കിട്ടിയ, തൻ്റെ ചേച്ചിയുടെ മകന് തന്നെ കിട്ടിയ സംരക്ഷണം, അങ്ങനെ തൻ്റെ അനിയന് കിട്ടിയ രോഗസൗഖ്യം, ഇതൊക്കെയാണ് ഈ മകൾ ഇവിടെ പറയുക. ജീവിതം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ഈ മകള് നെട്ടോട്ടം ഓടുമ്പോൾ അമ്മ പിന്നെ എങ്ങനെ ഈ മകൾക്ക് വേണ്ടിയിട്ട് ഓടാതിരിക്കും? അമ്മ എങ്ങനെ ഈ മകൾക്ക് വേണ്ടിയിട്ട് ഈശോയോട് ഈ മകളുടെ കാര്യം പറയാതിരിക്കും? അതുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമാണോ, സത്യസന്ധമാണോ, നാം എത്രമാത്രം ആത്മാർത്ഥമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കർത്താവിനെ കൊടുക്കുന്നതിൽ നാം എത്രമാത്രം തീഷ്ണതയുള്ളവരാണ്, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നാം എത്രമാത്രം വിശ്വസ്തരാണ്, അത് നമുക്ക് ഓർക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനിയും നാം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതാണ് നാം ആദ്യം ചെയ്യേണ്ടത് ഈശോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നീട് നാം നമ്മുടെ നിയോഗങ്ങൾ ഈശോയോട് പറഞ്ഞാൽ അത് അപ്പോഴായിരിക്കും അതിന് ഫലം നമുക്കും കിട്ടുക. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.